എല്ലാവർക്കും ടെക്ലൈമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഓൾ AMD ലാപ്ടോപ്സിന്റെ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു ഗ്രീൻ സ്ക്രീൻ അല്ല ബ്ലൂ സ്ക്രീൻ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടാവും വിൻഡോസിൽ ഓൾ AMD ലാപ്ടോപ്സ് ഉള്ളവർക്കൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഗ്രാഫിക്സ് കാർഡ്സ് ഉണ്ട്. ഒന്ന് IGPU AMD തന്നെയാണ്, GPU AMD തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഡ്രൈവേഴ്സിന്റെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും AMDയുടെ ആഡ്രലിൻ സോഫ്റ്റ്വെയറിലിട്ട് പോകും. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ വെർഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെർഷനും കാണിക്കും, ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷനും കാണിക്കും. ഇവിടെ പോയി ഡൗൺലോഡ് കൊടുക്കരുത്. ഡൗൺലോഡ് കൊടുത്താൽ പണി കിട്ടും. പണി കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ അനങ്ങാൻ ഇച്ചിരി സമയം എടുക്കും. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രീറ്റ് GPUവിന്റെ ഡ്രൈവർ മാത്രമായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. 24.5.1 എന്നുള്ള ആ ഡ്രൈവർ വേർഷൻ ഉണ്ടല്ലോ, അത് RX55 തമ്മിലുള്ള മാത്രം ഡ്രൈവർ ആയിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു IGPUവിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്ന്. ആ IGPU വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ബഡ്ജറ്റ് ലാപ്ടോപ്സിലും ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി IGPUയിലോട്ടാണ്, ഡിസ്ക്രീറ്റ് GPUയിലോട്ടല്ല. എൻ്റെ രീതി പറഞ്ഞാൽ RX5500Mലേക്കല്ല, ഇത് IGPUയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. റേഡിയോൺ 7 എന്നുള്ള IGPUയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഡൗൺലോഡ് കൊടുത്തു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം സിസ്റ്റം ഒബിയസ്ലി പഴയ ഡ്രൈവർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കുമല്ലോ പുതിയ ഡ്രൈവർ ഇൻസ്റ്റാൾ ആക്കുന്നത്. അപ്പോൾ ഡ്രൈവർ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ IGPUയിൽ അൺഇൻസ്റ്റാൾ ചെയ്യും, നമ്മുടെ ഡിസ്ക്രീറ്റ് GPUയിൽ അൺഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ IGPUയിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡ്രൈവർ ഉണ്ടാവില്ല, പക്ഷേ ഡിസ്ക്രീറ്റ് GPUയിലെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവും. പക്ഷെ ഞാൻ പറഞ്ഞു ഡിസ്പ്ലേ കാണിച്ചു തേക്കുന്നത് IGPUയിലിട്ട്. അങ്ങനെ വരുമ്പോൾ എന്തെന്ന് പറയുന്നത് ലാപ്ടോപ്പ് ഓൺ ആവുകയൊക്കെ ചെയ്യും, പക്ഷെ ഡിസ്പ്ലേ വളരെ സ്റ്റക്കായിരിക്കും. സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൗസ് ഇവിടെ നിന്ന് അനക്കുവാണെങ്കിൽ ഈ പോയിന്റർ ഇവിടെ നിൽക്കണമെങ്കിൽ 3-4 സെക്കൻഡ് എടുക്കും. അങ്ങനത്തെ സ്റ്റക്കായിരിക്കും എനിക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. സോ ഇവിടെ നിന്ന് ഒരിക്കലും ചെയ്യരുത്. പിന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗസറിൽ ഇവിടെ ഇപ്പോൾ AMD എന്നോ ഇങ്ങനെ കൊടുക്കാം, AMD ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ പോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഓപ്ഷൻ വരും ഡ്രൈവേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഫോർ പ്രൊസസ്സേഴ്സ് ആൻഡ് ഗ്രാഫിക്സ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഗ്രാഫിക്സിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ റേഡിയോൺ പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ റേഡിയോൺ RX ആണ്. ഇതിൽ നമ്മൾ എൻ്റെ ഇപ്പോൾ RX5000 ആണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ RX6000 7000 ആയിരിക്കും. അപ്പോൾ RX5000 സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ RDNA 1ന്റെ മോഡൽസ് കാണിക്കും. 5700XT ഇതൊക്കെ ഇതിൻ്റെ മോഡൽസ് ആണ്. അപ്പോൾ നമ്മുടെ RX55M നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ വരും വിൻഡോസ് 11 64 ബിറ്റ്, വിൻഡോസ് 10 64 ബിറ്റ്. ഇതിലിപ്പോൾ ഏതാ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ 64 ബിറ്റ് വിൻഡോസ് 11 ആണ്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും. ഇവിടെ AMD സോഫ്റ്റ്വെയർ പ്രോ എഡിഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പ്രൊഫഷണൽ യൂസേഴ്സിനാണ്. ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവരൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ സോഫ്റ്റ്വെയർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ അഡ്രിനലിൻ എഡിഷൻ എന്ന് പറഞ്ഞാൽ ഗെയിമേഴ്സിന് വേണ്ടിയാണ്. പിന്നെ ഓട്ടോ ഡിറ്റക്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ. ഇവിടെ നമ്മൾ മോസ്റ്റ്ലി കാണുമ്പോൾ എന്താ, ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് 2-3 പ്രാവശ്യം എന്താ പറയുക ബ്ലൂ സ്ക്രീൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ RX55M ഡ്രൈവർ മാത്രമേ ഡൗൺലോഡ് ആവത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ 46 MB ഇത് പറയുമ്പോൾ തന്നെ അറിയാം ഓട്ടോ ഡിറ്റക്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ. എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റത്തിനെ ഫുള്ളൊന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് IGPU ഉണ്ടോ, ഏത് IGPU ആണ്, പിന്നെ ഡിസ്ക്രീറ്റ് GPU ഉണ്ടോ, ഏത് ഡിസ്ക്രീറ്റ് GPU ആണ് അനുസരിച്ച് രണ്ടിൻ്റെയും ഡ്രൈവർ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കുക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് കൊടുത്തു. ഒരു 46 MB ആ റേഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏത് ഫുൾ ഇൻസ്റ്റാൾ ആണോ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ മുസ്ലിം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആരൊക്കെ ഓൾ AMD ലാപ്ടോപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നമുക്കറിയാം 50 to എനിക്ക് തോന്നുന്നു 45 to 55 ആ റേഞ്ച് ഇഷ്ടം പോലെ ലാപ്ടോപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. HP-യുടെ MSI-യുടെ ഒക്കെ ഓൾ AMD ലാപ്ടോപ്സ് ഇപ്പോൾ മോസ്റ്റ്ലി 6500 mm 6550 mm ഒക്കെയാണ് വരുന്നത്. നമ്മൾ ഡൗൺ സെക്ഷനിൽ പോവുക, കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഡൗൺ സെക്ഷനിൽ പോവുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ പ്രസ് കൊടുക്കുക, ഇതിൽ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ
ഇത് കണ്ട ഇത് ഞാൻ പറഞ്ഞില്ലേ, ചെക്കിംഗ് ഫോർ എ PC ഹാർഡ്വെയർ ആൻഡ് ഡ്രൈവർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി. നമ്മുടെ സിസ്റ്റത്തിനൊന്ന് ചെക്ക് ചെയ്യുക, ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ IGP ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ IGP ഉണ്ട്, IGP ഇല്ല എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ഡോണ്ട് അലൗ AMD കളക്ട് ഇൻഫർമേഷൻ കൊടുക്കുക, ഇവിടെ ഫുൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇവിടെ ഫുൾ ഇൻസ്റ്റാൾ കൊടുത്താലും മിനിമൽ ഇൻസ്റ്റാൾ കൊടുത്താലും ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് മിനിമൽ ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോസ് ഒബ്വിയസ്ലി ലോക്കാണ്, ഒരു MSI അല്ലെങ്കിൽ HP അവരനുസരിച്ചാണ് ബയോസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ ഡ്രിൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂണിങ് ഓപ്ഷനിലെ ഓവർക്ലോക്കിങ്ങും അണ്ടർ വോൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സോഫ്റ്റ്വെയർ ആണ്. ആ ഓപ്ഷനൊന്നും നമുക്ക് ലാപ്ടോപ്സിൽ കിട്ടുന്നില്ല. അത് ഈ കാര്യം കൊണ്ടാണ്, ബയോസ് ലോക്കാണ്, അതുകൊണ്ട് തന്നെയാണ്. സോ ഫുൾ ഇൻസ്റ്റാൾ കൊടുത്താലും മിനിമം ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ആകാൻ തുടങ്ങിക്കോളും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. സോ ഇത് ലാസ്റ്റ് ഇൻസ്റ്റാൾ ആയിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളൊന്ന് ലാസ്റ്റ് ഓർഡർ എല്ലാം ആയിട്ട് വരുമ്പോൾ ഓക്കെ കൊടുക്കുക, റീസ്റ്റാർട്ട് ചെയ്യും. ഇത്ര ഉള്ള പരിപാടി. സോ നമ്മൾ ഡ്രൈവർക്ക് ഇൻസ്റ്റാൾ കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൂടി ചോദിക്കുക, ഇനിയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഡോണ്ട് അലൗ കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിക്കോളും, എല്ലാം ഓക്കെ ആവും. പിന്നെ നമ്മൾ നേരെ ഈ അഡ്രൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തിനാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഷെയ്ഡേഴ്സ്, പഴയ ഗ്രാഫിക്സ് കാർഡ് ഡ്രൈവേഴ്സിൻ്റെ ഷെയ്ഡർ, ഗെയിമിൻ്റെ ഷെയ്ഡേഴ്സ് ഒക്കെ കിടപ്പുണ്ടാവും. അതൊന്ന് റീസെറ്റ് ചെയ്യാനായിട്ടാണ്, എന്നാലാണ് ഇത്തിരി സ്മൂത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഗെയിമിംഗ് ഓപ്ഷൻ ഉണ്ടാവും, മോസ്റ്റ്ലി ഹോമിലായി കിടക്കുക, ഗെയിമിൽ എടുക്കുക, ഗ്രാഫിക്സ് എടുക്കുക. ഇവിടെ 2 GP കാണിക്കും, ഇത് AMD റേഡിയോ എന്ന് പറഞ്ഞ് കാണിക്കും, IGP ആണ്. അതിൽ റീസെറ്റ് ഷെയ്ഡർ കൊടുക്കുക, ഇതും കൊടുക്കണം, GP2 കൊടുക്കുക, റീസെറ്റ് ഷെയ്ഡർ കൊടുക്കുക. ഇത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിമിംഗ് ഇച്ചിരി സ്മൂത്ത് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഷെയ്ഡറും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. പുതിയ ഷെയ്ഡർ ഇപ്പോൾ ഇൻസ്റ്റാൾ ആവും. ആദ്യം നമ്മൾ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ, ഇപ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗെയിം ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് സ്റ്റക്ക് കാണും, അത് പുതിയ ഷെയ്ഡർ ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 10-20 സെക്കൻഡ്സൊക്കെ ആ ഒരു സ്റ്റക്ക് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ AMD ഗ്രാഫിക്സ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതൊന്നും പോയി ഇൻസ്റ്റാൾ ചെയ്യരുത്, പണി പോകണം. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നാളെ കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫ്യൂച്ചർ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.